അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹൽ അഹ്ബാബ് വത്തലബ അൽ അഇസ്സ. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 26ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ അസസ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ്സിൻ്റെ അസസ്മെൻറ്റും അതുപോലെ തന്നെ ഞാൻ വീഡിയോ സംസാരിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറയാം. പ്രത്യേകിച്ച് ലിങ്കൊന്നും ഷെയർ ചെയ്യുകയില്ല. നിങ്ങൾ ആ അസസ്മെൻറ്റ് എന്താണെന്ന് കേട്ട് വളരെ കൃത്യമായി ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ള ഒരാളുടേത് നോക്കി എഴുതിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾക്ക് ഫെയിലാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഉപകാരം നമുക്ക് കിട്ടുകയുമില്ല. സ്വന്തമായി കണ്ടെത്തി വീഡിയോ കേട്ട് എഴുതാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം 2 പെയറുകളായി തിരിഞ്ഞ് ക്ലാസ് കേട്ടതിന് ശേഷം ഒഴിവുള്ള സമയത്ത് ഒന്ന് സംഭാഷണങ്ങൾ നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ടാകും. കാരണം ഈ ഒരു ഡയലോഗുകൾ നമുക്ക് പല സമയത്തും പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ നാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു ലാംഗ്വേജ് നമ്മുടേതായി മാറുക. അത് ഏതൊരു ലാംഗ്വേജും അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 26ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് സംഭാഷണം തന്നെയാണ്. പക്ഷേ അത് സംഭാഷണത്തിൻ്റെ നേച്ചർ മാറിയിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ ഓഫീസിൽ പോകുമ്പോൾ നാം എങ്ങനെയാണ് അവിടെ ഒരു ഓഫീസ് എന്നുള്ളതിന് ജസ്റ്റ് ഒരു ടൈപ്പിംഗ് എറർ വന്നതാണ്. ഓഫീസ് എന്നാണ് സാധാ കേൾക്കുന്നത് പോലെ. ഓഫീസിലേക്ക് പോകുമ്പോൾ നാം എന്താണ് പറയേണ്ടത്? ഓക്കെ, ഡോക്ടറുടെ ഓഫീസാണ് ക്ലിനിക്ക്. അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ് ഫി അയ്യാദത്തി ത്വബീബ്. അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ക്ലിനിക്ക് എന്നും പറയും. സ്വൈദലിയത്ത് എന്ന് പറയും ക്ലിനിക്കിന്. അതിന് അറബിയിൽ മറ്റൊരു പദത്തിൽ ഇയാദത്ത് എന്ന് പറയും. അതായത് ഡോക്ടറെ സന്ദർശിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് അവിടെ അർത്ഥം വരും. ഫി അയ്യാദത്തിൽ മരീദ്, ഡോക്ടറെ സന്ദർശിക്കാൻ പോകുമ്പോൾ. ഡോക്ടർ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളവിടെ കയറുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കും, ഹലോ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഹലോ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താണ് നിൻ്റെ പ്രശ്നം? ഹലോ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ത്വബീബ്, മർഹബൻ മാ മുഷ്കിലത്തുക്. മർഹബൻ, ഹലോ എന്നുള്ളതിന് ചില അറബികളൊക്കെ ഹലോ എന്ന് ഇംഗ്ലീഷിനെ അറബി വൽക്കരിച്ചുകൊണ്ട് കൊളോക്കിയൽ പറയും. പക്ഷെ ശരിക്കും ഒറിജിനൽ അറബിയിൽ അത് മർഹബൻ എന്നാണ്. മർഹബൻ മാ മുഷ്കിലത്തുക്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിൻ്റെ പ്രശ്നം എന്താണ്? മുഷ്കിലത്ത് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം. പേഷ്യൻറ്റ്, I have had stomach pain for 2 days. I have had, എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരും. I have had stomach pain for 2 days. 2 ദിവസമായിട്ട് എനിക്ക് ശക്തമായി വയറുവേദനയുണ്ട്. അതാണ് ഈ രോഗിയുടെ പ്രശ്നം. അൽ മരീദ്, അഷ്അറു ബി അലമിൻ ഫി മഇദതി മുൻദു യൗമൈൻ. അഷ്അറു ബി അലമിൻ, I have had pain എന്നുള്ള അർത്ഥം. അല്ലെ, ഐ ഫീൽ പെയിൻ, എനിക്ക് വേദന അനുഭവപ്പെടുന്നു. അഷ്അറു എന്ന് പറഞ്ഞാൽ ഐ ഫീൽ എന്നുള്ള അർത്ഥം വരും. ഷഅറു, ഐ ഫീൽ. അഷ്അറു ബി അലമിൻ, എനിക്ക് വേദന അനുഭവപ്പെടുന്നു. ഫി മഇദതി മുൻദു യൗമൈൻ, 2 ദിവസമായിട്ട്. ഫോർ 2 days, മുൻദു യൗമൈൻ, 2 ദിവസമായിട്ട് എനിക്ക് വേദന അനുഭവപ്പെടുന്നു. അഷ്അറു ബി അലമിൻ ഫി മഇദതി മുൻദു യൗമൈൻ. മൈദത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പഠിച്ചിട്ടുണ്ട്, ആമാശയം അല്ലെങ്കിൽ വയർ. മുൻദു യൗമൈൻ, ഫോർ 2 days. ഡോക്ടർ, ഡിഡ് യു ഈറ്റ് എനിത്തിങ് അൺഹെൽത്തി? ഡിഡ് യു ഈറ്റ് എനിത്തിങ് അൺഹെൽത്തി എന്താണ് അതിൻ്റെ അർത്ഥം? അൺഹെൽത്തി, അനാരോഗ്യപരമായ എന്തെങ്കിലും നീ ഭക്ഷിച്ചിട്ടുണ്ടോ? ഡിഡ് യു ഈറ്റ്, നീ ഭക്ഷിച്ചിട്ടുണ്ടോ? എനിത്തിങ് അൺഹെൽത്തി, അനാരോഗ്യപരമായ എന്തെങ്കിലും, ആരോഗ്യത്തിന് പറ്റാത്ത കേടുള്ള എന്തെങ്കിലും നീ ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ. അത്വബീബ്, ഹൽ അകൽത ഷൈഅൻ ഗൈറ സിഹ്ഹിയ്യിൻ.
ഹൽ അകൽത ഷൈഅൻ ഗൈറ സിഹിയിൻ. സിഹി എന്ന് പറഞ്ഞാൽ ഹെൽത്തി, ഗൈറ സിഹി അൺഹെൽത്തി. ഷൈഅൻ ഗൈറ, ഷൈഇൻ്റെ ഇതേപോലെ ഗൈറ എന്ന് കൊടുക്കുക. പിന്നെ സിഹിയിൻ എന്ന് പറയാൻ കാരണം ഗൈറ എന്നത് സിഹിയിലേക്ക് ചേർത്തി പറഞ്ഞതുപോലെ. ഇതുപോലെ ഖലമു സൈദീൻ, ഖലമ സൈദീൻ, സെയ്ദിൻ്റെ പെന്ന് എന്ന് പറയുന്നത് പോലെ ഗൈറ സിഹിയിൻ. അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും നീ ഭക്ഷിച്ചിട്ടുണ്ടോ? ഹൽ അകൽത ഷൈഅൻ ഗൈറ സിഹിയിൻ. പേഷ്യൻ്റ് അപ്പോൾ പറയാണ് മേ ബി ഐ എയ്റ്റ് സ്ട്രീറ്റ് ഫുഡ് യെസ്റ്റർഡേ. ഒരു പക്ഷേ ഉണ്ടാവാം, മേ ബി ഐ എയ്റ്റ് സ്ട്രീറ്റ് ഫുഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ രാത്രി സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിരുന്നു. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് പല സ്ഥലത്തും കുൽക്കി സർവത്തും കുൽക്കാത്ത സർവത്തും ഒക്കെ ഉള്ള കാലം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐ എയ്റ്റ് സ്ട്രീറ്റ് ഫുഡ് യെസ്റ്റർഡേ, ഇന്നലെ രാത്രി ഞാൻ എന്തായിട്ടുണ്ട്, സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ എയ്റ്റ് സ്ട്രീറ്റ് ഫുഡ് യെസ്റ്റർഡേ. പേഷ്യൻ്റ് മേ ബി. അപ്പോൾ ഒരുറപ്പില്ലാതെ നമ്മൾ മേ ബി എന്നുള്ളതിന് അറബിയിൽ എന്ത് പ്രയോഗിക്കും? റുബ്ബമ, മേ ബി. അപ്പോൾ അറബിയിൽ മേ ബി എന്നുള്ളതിന് റുബ്ബമ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വൺ വേർഡിനൊക്കെ ഉണ്ടാവുക. OMR ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വൺ വേർഡിന് ഇങ്ങനത്തെ ഓരോ നമ്മളെ സംഭാഷണത്തിൽ നിന്നെടുത്തത്, നമ്മളിതുവരെ പഠിച്ച ക്ലാസ്സുകളിൽ നിന്നെടുത്ത പദങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാം. അൽമരീൽ, റുബ്ബമ ലഖദ് അകൽതു തുആമൻ മിനശ്ശാരി അംസി. ലഖദ് അകൽതു തുആമൻ മിനശ്ശാരി അംസി. ഇന്നലെ ഞാൻ റോഡിൽ നിന്നും സ്ട്രീറ്റിൽ നിന്നും ഞാൻ എന്തായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ലഖദ് അകൽതു തുആമൻ, ഐ എയ്റ്റ് തുആമൻ മിനശ്ശാരി സ്ട്രീറ്റ് ഫുഡ് അംസി യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭാഷണം നിങ്ങൾക്ക് എഴുതാനുണ്ടാകും. അപ്പോൾ ഇതിൽ പറഞ്ഞ പദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ഒരു സംഭാഷണമാണ് ഉണ്ടാവേണ്ടി വരിക. ഓക്കെ, റുബ്ബമ ലഖദ് അകൽതു തുആമൻ മിനശ്ശാരി അംസി. യെസ്റ്റർഡേ ഞാൻ എന്തായിട്ടുണ്ട്, സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഓക്കെ, ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻ ആൻഡ് യു ഷുഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇതിലുള്ള അസസ്മെൻറ്റ് 3 ഡയലോഗുകളാണ്. അതിൽ ഈ ഒരു ഡയലോഗ്, ഓക്കെ, ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻ ആൻഡ് യു ഷുഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഇതിൻ്റെ അറബി നിർബന്ധമായി ഉണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള 2 എണ്ണമോ അല്ലെങ്കിൽ ശേഷം വരാൻ പോകുന്ന 2 എണ്ണമോ ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അറബി കൃത്യമായി ശ്രദ്ധിക്കുക, ഹർക്കത്ത് കൃത്യമായിട്ടിടണം, തെറ്റാൻ പറ്റില്ല. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഈ വീഡിയോ കൃത്യമായി നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കാണുക. മറ്റുള്ള ഒരാളുടേത് കോപ്പി അടിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ അതിൻ്റെ പ്രതീക്ഷിച്ച ഫലം കിട്ടുകയില്ല. ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻ ആൻഡ് യു ഷുഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. അത്വബീബ് ഹസനൻ, ഓക്കെ. ഹസനൻ എന്നുള്ളതിൽ പല സ്ഥലത്തും പലതും പ്രയോഗിക്കും. ഇവിടെ ഹസൻ എന്നുള്ളത് ഓക്കെ എന്നുള്ളതിന് ഇവിടെ ഹസൻ എന്ന് പ്രയോഗിച്ചു. ചിലയിടത്ത് നഅം എന്ന് പ്രയോഗിക്കും. ഓക്കെ, അത്വബീബ് ഹസനൻ, ഓക്കെ. സഅസിഫു ലക ദവാഅൻ, ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻ. ദവാഅൻ, സം മെഡിസിൻ. സഅസിഫു, ഐ വിൽ പ്രിസ്ക്രൈബ്. സ എന്നുള്ളത് വിൽ, ശേഷം ഫ്യൂച്ചർ എന്നുള്ള അർത്ഥത്തിൽ സ വരും. സഅസിഫു, ഐ വിൽ പ്രിസ്ക്രൈബ്. ലക, യു. ദവാഅൻ, ചില മരുന്നുകൾ. വയജിബു അൻ തഷ്റബൽ കസീറ മിനൽ മായി, നീ എന്ത് ചെയ്യണം? അൻ തഷ്റബൽ കസീറ മിനൽ മായി, ധാരാളം വെള്ളം കുടിക്കണം. യു ഷുഡ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. അൽ കസീറ മിനൽ മായി, പ്ലെൻറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഹറക്കത്ത് ശ്രദ്ധിച്ചോളി. ഹസനൻ, സഅസിഫു ലക ദവാഅൻ വയജിബു അൻ തഷ്റബ അൽ കസീറ മിനൽ മായി. ഓക്കെ. പേഷ്യൻ്റ്, താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഡോക്ടർക്ക് എന്ത് കൊടുക്കുകയാണ്? നന്ദി കൊടുക്കുകയാണ്. അൽ മരീൽ, ശുക്രൻ ലക് ദക്തൂർ. ഡോക്ടർ പറയണത്, രോഗി പറയാണ് ശുക്രൻ ലക് ദക്തൂർ. അവിടെയും ഈ അത്ഭുത ചിഹ്നം ദക്തൂറിൻ്റെ ശേഷമാണ് വരേണ്ടത്, തലക്കിലേക്ക് വന്നിട്ടുണ്ട്. അൽ മരീൽ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടേക്ക് ദക്തൂറിൻ്റെ ശേഷത്തേക്കാണ് എഴുതേണ്ടത്. അൽ മരീൽ ശുക്രൻ ലക് ദക്തൂർ. ഡോക്ടർ, തിരിച്ച് ഡോക്ടറും പറയല്ലോ യു ആർ വെൽക്കം, ഗെറ്റ് വെൽ സൂൺ.
യു ആർ വെൽക്കം, ഗെറ്റ് വെൽ സൂൺ, ചെറിയൊരു ദുആ, ചെറിയൊരു പ്രാർത്ഥന, പെട്ടെന്ന് ശരിയാവട്ടെ എന്നുള്ള അർത്ഥം. അത്തൊബീബ് ല ശുക്ർ അലയ്യ വാജിബ്. അപ്പോൾ ഇവിടെ യു ആർ വെൽക്കം എന്നുള്ളതിന് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇവിടെ എന്ത് പറഞ്ഞു? ലാ ശുക്ര അലയ്യ വാജിബ്, എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല. യു ആർ വെൽക്കം, നന്ദിയൊന്നും ഞാൻ എന്താവുന്നില്ല, അർഹിക്കുന്നില്ല. ഒരു താഴ്മയോടെ ഒരു പൊളൈറ്റ്നെസ്സിൽ പറയല്ലോ, നിങ്ങളെനിക്ക് നന്ദിയൊന്നും പറയണ്ട, നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്താൽ മതി എന്നുള്ള അർത്ഥം. അങ്ങനെയൊക്കെ പറയല്ലോ. ലാ ശുക്ര അലയ്യ വാജിബ്, അലയ്യ എന്നുണ്ട് കേട്ടോ. യായിന് ഇതുണ്ട്, ഹറക്കത്തുണ്ട്, പുള്ളിയുണ്ട്, ഷദ്ദുണ്ട്. ലാ ശുക്ര അലയ്യ വാജിബ്, എനിക്ക് എന്തില്ല, എൻ്റെ മേലിൽ നന്ദി പറയൽ നിർബന്ധമില്ല. ഇതിൽ ദുആ ചെയ്യാണ്. അത്തമന്ന ലക് അഷിഫാൽ ആജിൽ, ഗെറ്റ് വെൽ സൂൺ എന്നുള്ളതിന് അറബിയിലൂടെ എന്ത് പ്രയോഗിച്ചു? അത്തമന്ന ലക്, ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അഷിഫാൽ ആജിൽ, പെട്ടെന്നുള്ള ഷിഫ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കറക്റ്റ് അവിടെ കൊടുത്ത ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തെറ്റും. അറബിയിലൊന്ന് പ്രയോഗിക്കുന്ന രീതി ഒന്ന് വേറെ ആയിരിക്കും, ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന രീതി വേറെ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ ഞാൻ നിരന്തരം നാം സംഭാഷണങ്ങൾ നോക്കുക. അതേപോലെ ഇങ്ങനത്തെ സംഭാഷണങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക. ഗെറ്റ് വെൽ സൂൺ, അത്തമന്നാലക്ക അഷിഫ അൽ ആജിൽ. ഓക്കെ, പരിപൂർണ ഷിഫായിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തമന്നാലക്ക അഷിഫ അൽ ആജിൽ. കഴിഞ്ഞു, ഈ ഒരു സംഭാഷണം കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലോണം ശ്രദ്ധിക്കുക. അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞു, 3 സംഭാഷണങ്ങൾ, 3 ഡയലോഗുകൾ വേണം. നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു ഡയലോഗ് പറഞ്ഞു. അതിന് ശേഷമുള്ള 2 എണ്ണമോ മുമ്പുള്ള 2 എണ്ണമോ ഒക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലോണം പഠിക്കുക, നല്ലോണം മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.